അടുത്ത വാക്ക്, എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കും. ഇസ്രായേലേ നീ എത്രത്തോളം നിന്നെ തന്നെ മുറിവേക്കും. അടുത്ത വാക്ക്, അയ്യോ അയ്യോ യഹോവയുടെ വാളേ, യഹോവയുടെ വാളേ നീ എത്രത്തോളം വിശ്രമിക്കാതെ ഇരിക്കും. നിന്റെ ഉറയിൽ കടക്ക. ഈ യുദ്ധം മൂന്നാം ലോക മഹായുദ്ധമൊന്നും ആവത്തില്ല. ഇവിടെ ഇരിക്കുന്ന അരുമயான തമിഴ് മക്കൾ, കേരള മക്കളെല്ലാം കേൾക്കുന്നത്, ഇത് താമസം വിന അവസാനിക്കും. ഇസ്രായേൽ ഗാസ സംഘടനം ഈ യുദ്ധം മുന്നോട്ട് പോകത്തില്ല. ഇത് താമസം വിന അവസാനിക്കും. ഇനി ഒരു പ്രവചനവും കൂടെ, സെക്കരിയ പ്രവചനം 9:5-6. ഇതാ നിങ്ങളുടെ ബൈബിളും പത്രത്തിലെ വാർത്ത. ഇസ്രായേൽ ഗാസ ടെലിവിഷനിലെ വാർത്ത ദാ കിടക്കുന്ന ബൈബിളുമായിട്ട്. സെക്കരിയ പ്രവചനം 9:5-6 വാക്യങ്ങൾ വായിച്ചട്ടെ. അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും. അതാ ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേൽ നിലവിളിച്ചു. മലയാളി പെൺകുട്ടികൾ, ഇവിടെ തമിഴ്നാട്ടുകാർ, ഈ കളിക്കാവിള്ളയിലുള്ളവർ എത്ര പേര് ഇസ്രായേലിലുണ്ടെന്നറിയാം? നിങ്ങൾക്ക് അറിയത്തില്ല. ഈ മാർത്താണ്ട പക്കത്തിലുള്ള അനവധി പേർ ഇസ്രായേലിലുണ്ട്. ഞാൻ പലരോടും സംസാരിക്കാറുണ്ട്. അവിടെ കെയർടേക്കറായി ജോലി ചെയ്യുന്ന പെങ്കൊച്ചുങ്ങളും ചെറുപ്പക്കാരും അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ എടുത്തുകൊണ്ട് ഓടി ജീവനും കൊണ്ട് സ്ഥലം കാലിയാക്കി. അതാ ഹമാസിന്റെ അറ്റാക്ക് ഏറ്റവും വലുത്. അടുത്ത വാക്ക്, ഗസയും എക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും. ദാ കിടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും. അതാ ഇന്ന താടി ഗാസ തീ കോളം. എല്ലാ ദിവസവും പട്ടാള ക്യാമ്പ്, സൈനിക ക്യാമ്പ്, ഇതിനകത്തെല്ലാം ഇസ്രായേൽ ബോംബ് ഇട്ടുകൊണ്ടിരിക്കും. ഏറ്റവും വിറയ്ക്കും. അടുത്ത വാക്ക്, അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരും. അറബ് ലീഗ് 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, എല്ലാവരും കേൾക്കണം, നാളെ ബാക്കി പ്രസംഗിപ്പം. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എവിടെ കൂടി? സൗദി അറേബ്യ കൂടിയിട്ട് ആക്രമണം നിർത്താൻ പറഞ്ഞു. ഇസ്രായേൽ പറഞ്ഞു, ഇല്ല, ആരെങ്കിലും നിർത്താൻ പറഞ്ഞാൽ ഞങ്ങൾ അവരെ ആക്രമിക്കുമെന്ന് പറഞ്ഞു. അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. കണ്ടില്ലേ? എന്താ പക്കത്തെ കേരള, അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്, പല സ്ഥലത്ത് റാലി നടത്തി. എന്താണെന്നറിയാമോ? ഗാസ പ്രശ്ന വാക്യം മാറ്റല്, പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം പരിഹരിക്കണം, എല്ലാവരും ജാഥ നടത്തി. ഒരു കാര്യവുമില്ല. പലരും ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, സാറ് ഇസ്രായേലിനോട് പറയണം യുദ്ധം നിർത്താൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി ദാണ്ടിങ്ങനെ ചെവിക്ക് കൈയും കൊടുത്തിട്ട് അരാം കരൂപായി ശാന്തി ഹോജാവോ. പുള്ളി ഒരു കാരണവശാലും മിണ്ടത്തില്ല. സ്വോത്രം. ഇവിടെ വെറുതെ റാലി നടത്താം. സ്വോത്രം. കേരളത്തിൽ റാലി നടത്തിയോണ്ട് ഇപ്പം ഇടതുപക്ഷം മൂലയ്ക്കായിപ്പോയി. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. സ്വോത്രം. ഇവിടെ നമ്മുടെ കുമാരി മാവട്ടത്തിലോ സ്തോത്രം അല്ലെ കേരളത്തിൽ റാലി നടത്തിയ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഫോൺ പോലും അയച്ചാൽ കേൾക്കാത്തവനാ. സ്വോത്രം. അവനോട് UN ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു കാര്യമുണ്ട്. അറബ് രാജ്യങ്ങൾ മുഴുവൻ പേടിക്കുന്ന ഒരു കാര്യം കേട്ടോണേ. ഇസ്രയേലിൻ്റെ കയ്യിൽ ഇന്നൊരു പൊടി ഇരിപ്പുണ്ട്. നാളെ പറയാം അതെന്ത് സംഭവിക്കുമെന്ന്. അതിൻ്റെ പേര് വൈറ്റ് ഫോസ്ഫറസ്. ആ വൈറ്റ് ഫോസ്ഫറസ് കുടഞ്ഞാൽ മനുഷ്യകുലം തീരും. അതിൻ്റെ അർത്ഥം ന്യൂറൽ ഇൻഫെക്ഷൻ, നട്ടല് നൂരത്തില്ല. നാളെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സെക്കരിയാവിൽ എഴുതിയിട്ടുണ്ട്, അവർ നിവർന്ന് നിൽക്കുമ്പോൾ കുനിഞ്ഞു പോകും. കരത്തെ ഉയർത്തിയാട്ടെ. അതുകൊണ്ട് ഈ അറബ് രാജ്യങ്ങൾ എത്ര പണിപ്പെട്ടിട്ടും ഇസ്രയേലിനോട് UN ജനറൽ സെക്രട്ടറി അന്തോണീസ് ഗുട്ടറാസ് പറഞ്ഞ കാര്യമുണ്ട്, സാറേ ആ പൊടി കൊടയരുത്, ലോകം അവസാനിച്ച് കളയും. സ്വോത്രം. അതുകൊണ്ട് യഹൂദൻ ഇന്നാരാന്നറിയാമോ? സ്വോത്രം. അവരുടെ പ്രത്യാശ. അറബ് ലീഗ് എത്ര കൂടി, കേരളത്തിൽ എത്ര റാലി, തമിഴ്നാട്ടിലുള്ള റാലി, ഹമാസ് ഇസ്രായേൽ വിഷയം. യവൻ കേൾക്കത്തില്ല. ആര് പറഞ്ഞാലും ഇവൻ അനുസരിക്കത്തില്ല. യവൻ അനുസരിക്കുന്ന ഒരു ദിനം. അടുത്ത കാര്യം വായിച്ചാട്ട് പക്ഷേ അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു. അടുത്ത വാക്ക്, ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. ദാ കിടക്കുന്ന ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ഈ അന്ത്യകാലം കൂടുതൽ പ്രസംഗിക്കുന്നുണ്ട്, ഹമാസ് ഇസ്രായേൽ വിഷയം എന്ന് തീരും? ഹമാസിന്റെ ലീഡർമാർ മുഴുവൻ തീർത്തെങ്കിലേ ഇസ്രായേൽ ഇതിൽ നിന്ന് പിന്മാറത്തോള്, കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ലോക രാജ്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടും ഇവൻ മാറത്തില്ല. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു, എവരെ ലീഡർമാരെവിടെയുണ്ട് അവിടെയെല്ലാം. ഇനി നാട്ടുകാർ കേൾക്കണം, ഹമാസിന്റെ ഒരു കേന്ദ്ര ഓഫീസ് ഖത്തറിലുണ്ടായിരുന്നു. ഖത്തർ. അവിടെ ഹമാസിന്റെ 2 നേതാക്കളുണ്ടായിരുന്നു. അതിൻ്റെ ഒരുവൻ്റെ പേര് ഖാലിദ് മിഷേൽ, 2 മുഹമ്മദ് ഖനിയ. ഖത്തർ ഇസ്രായേലുമായിട്ട് ഇച്ചിരി വർത്താനം പറയുന്ന സ്ഥലമാണ്. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖത്തർ ഷേഖിനോട് പറഞ്ഞു, എവരെ അവിടെ വെച്ചാൽ നിങ്ങളെ ഞങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞു. ഖത്തറിലെ അമീർ പറഞ്ഞു, മര്യാദയ്ക്ക് സ്ഥലം വിട്ടോളാൻ. അവന്മാർ വിമാനം എടുത്ത് സ്ഥലം കാലിയാക്കി ഇപ്പോൾ അൾജീരിയ പോയിരിക്കുക ഖത്തറിൽ നിന്ന്. അത്ര ഇത് അവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇസ്രായേൽ ദാ കിടക്കുന്നു. സകല ഹമാസിന്റെ ലീഡേഴ്സിനെ എന്ന് തീർക്കും. അന്ന് ഈ യുദ്ധം ഗർഭിണിക്ക് പ്രസവേദന. ഇസ്രായേൽ
ഒരു ഭാരമുള്ള കല്ലാകും. 2, അതൊരു പരിഭ്രമ പാത്രമാവും. അങ്ങനെയെങ്കിൽ ദാണ്ടേ ഇന്ന് നമ്മുടെ പ്രസംഗം ഇവിടെ നടക്കുമ്പോൾ അന്തിമ യുദ്ധം എവിടേക്ക് ആർക്ക് വേണമെങ്കിലും കാണാം. 1948 മെയ് 14, എല്ലാവരും ശ്രദ്ധയോടെ, 1948 മെയ് 14 എന്താ സംഭവിച്ചത്? ടെൽ അവീവ് ആയിരുന്നു ഇസ്രയേലിന്റെ തലസ്ഥാനം. 67 ജെറുസലേം അവർ പിടിച്ചടക്കി. 2018 അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് വന്നപ്പോൾ ജെറുസലേം ഇസ്രയേലിന്റെ തലസ്ഥാനമായി. ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഇസ്രായേൽ, ദാറ്റ് മീൻ ജെറുസലേം. ഇനി തമിഴ് മക്കൾ അരുമயான செய்தியை കേൾക്കത്. ട്രംപ് മകൾ, അവൾ താൻ പേര് ഇവാങ്കലിൻ, ട്രംപുക്ക് പിള്ളை വന്ന് ഇവാങ്കലിൻ, അവളെ കെട്ടിയിരുന്നത് തിരുമണമാക്കിയ ഒരു പയ്യൻ ഇരിക്കുന്നത് അവർ താൻ ജാറേദ് കുഷ്നാർ, അവൻ ഒരു യഹൂദന. ദാ കിടക്കുന്നു. അവർ 2 പേരോട് ചേർന്ന് ഇസ്രായേലിൽ അമേരിക്കൻ എംബസി ജെറുസലേം തുറന്നു. இந்த നാൾക്കളിലെ ബ്രിട്ടനിൽ ഋഷി സുനക് പറയുന്നു, ഞങ്ങ എംബസി അങ്ങ്, നിങ്ങൾക്ക് ഇന്ത്യാവിൻ മുതലമച്ചോർ മോഡി സാർ പറയുന്നു ഞങ്ങളുടെ എംബസി അവിടെ തുറക്കാം. അതിനുശേഷം ഫ്രാൻസ് പറയുന്നു ഞങ്ങളുടെ എംബസിയും തുറക്കാം. എന്തിനു വേണ്ടി എംബസി തുറക്കുന്നു? യെരുശലേമിന് ഒരാലയം വരുവാൻ. കരമുയരുന്നില്ലല്ലോ, ഭാരമുള്ള കല്ല്. ദാണ്ടേ ഇസ്രായേൽ യഹൂദ രാഷ്ട്രം. ഇനി ആർക്ക് അവനോട് പൊരുതാൻ പറ്റത്തില്ല. ഓൺലി വൺ ജൂയിഷ് കൺട്രി, അതാ ഇന്നത്തെ ഇസ്രായേൽ. അപ്പോൾ 3 പ്രവചനങ്ങൾ ഇവിടെ നിവർത്തിയായി. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ലായി അത് മാറിക്കഴിഞ്ഞു ജെറുസലേം. അന്തിമ ദിനം ഇതിനേക്ക് അതിനെ ജാതികൾ വിരോധമായി കൂടി വരും. എന്നാൽ യെരുശലേമിനെതിരെ ഒരന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം കാകളത്തിങ്കൽ എടുക്കപ്പെടും. കരമുയർത്തുന്നവർക്കായി ആരാവർ? ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ ഒരുവൻ പരമയാഗമായി. ഞങ്ങളുടെ കാന്തൻ ഏലി ഏലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു, എൻ്റെ മുഖത്തവർ തുപ്പി, എൻ്റെ താടി രോമങ്ങൾ പിഞ്ചിച്ചിന്തി. ഉയരത്തിൽ നോക്കി ഇങ്ങനെ പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിക്കൊള്ളണമേ. കരമുയർത്തുന്നവർക്കാൽ എൻ്റെ ആസ്തികളൊക്കെയും തൂകിപ്പോകുന്നു. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഒരു പടയാളി എൻ്റെ യേശു അപ്പച്ചൻ്റെ ചങ്കിനകത്തൊരു കുന്തമെടുത്ത് കുത്തി 6 ലിറ്റർ രക്തവും വെള്ളവും ഒഴിക്കെങ്കിൽ അവൻ്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. എൻ്റെ കാന്തന 2 1 ഏകനാമം യേശുവിൻ നാമം. കരമുയർത്തുന്നവർക്കായി പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ചാര് പറയും, യേശു എൻ്റെ ഏക ദൈവ, അവൻ എൻ്റെ ഏക രക്ഷിതാവ്, അവൻ രാജാതി രാജാവായി മടങ്ങിവന്ന്. ആര്? കരമുയർത്ത്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി. ഇന്ന് രാത്രി ഈ സത്യവചനം, ഇന്ന് രാത്രി ഇസ്രായേൽ ഹമാസ് നടക്കുമ്പോൾ വേറൊരടി കൂടെ നടക്കുന്നു. ഇസ്രായേൽ സിറിയ, ഇസ്രായേൽ ലബനോൻ. വായിച്ചു തുടങ്ങാം. ബൈബിളുള്ളവർ എടുത്താട്ടെ, ഇതെല്ലാം ബൈബിളിലുണ്ട്. യെശയ്യാ പ്രവചനം 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം മക്കളെ. ദമ്മേശേക്കിനെ കുറിച്ചുള്ള പ്രവാചകം. ദാണ്ട് ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. +2-കാരുണ്ട്, ഡിഗ്രിക്കാരുണ്ട്, BBA MBA. ആരാ ദമ്മശേക്ക്? സിറിയയുടെ തലസ്ഥാനമാ ഡമാസ്കസ്. അതിനെ ഇസ്രായേൽ അടിച്ചു. ദാ കിടക്കുന്നു ദമ്മശേക്കിനെ കുറിച്ചുള്ള പ്രവചനം. അടുത്ത വാക്ക്, ഇതാ ദമ്മശേക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം, സിറിയ ഒരു പട്ടണമാതിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അടുത്ത വാക്ക്, അത് ശൂന്യ കൂമ്പാരമായി തീരും. ദാ കിടക്കുന്നു ഇസ്രായേൽ സിറിയയെ ആക്രമിക്കും. നിങ്ങളുടെ പത്രത്തിലെ വാർത്ത. അടുത്തത് ലബനോൻ. വായിച്ചാട്ട് മക്കളെ. അരോവർ പട്ടണങ്ങൾ. ഇതാ ലബനോനിലെ ഹിസ്ബുള്ളയുടെ ബോർഡർ. അരോവർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു. ആ കരം ഉയർത്തിയാട്ട മക്കളെ. ഇന്നത്തെ പത്രവാർത്തയും ബൈബിളും. ഒരിടത്ത് റഷ്യ ഉക്രൈൻ. ഇനിയിപ്പോൾ അടുത്ത് ഇവിടെ ചെങ്കവിളക്കടുത്ത് കൊല്ലംകോടി അടുത്ത് വരുന്നുണ്ട്. ഊരമ്പ് ആഗസ്റ്റിലാന്ന് തോന്നുന്നു. അവിടെ ഇത് പ്രസംഗിക്കത്തില്ല, വെളിപ്പാടെ പ്രസംഗിക്കൂ. അതുകൊണ്ട് ആ ചെങ്കവിള കൃപാസനത്തെ ഞാൻ പ്രസംഗിച്ചപ്പം പറഞ്ഞത് ഇവിടെ പ്രസംഗിക്കാൻ പോകുന്ന അന്തിമ യുദ്ധവും ഇസ്രായേലും. അവിടെ വെളിപ്പാടാണ് ഞാൻ പ്രസംഗിച്ചത്. അതിൻ്റെ ബാക്കി അവിടെ പ്രസംഗിക്കുന്നത്. ഇനി ഇത് പ്രസംഗിക്കത്തില്ല, ഇവിടെ വേറെ വെളിപ്പാടെ പ്രസംഗിക്കൂ. ഇന്ന് രാത്രി കേട്ടോണേ, ഇപ്പം ബൈബിൾ എത്ര ക്ലിയർ. ഒരിടത്ത് റഷ്യ ഉക്രൈൻ, ഒരിടത്ത് ഹമാസ് ഇസ്രായേൽ, ഒരിടത്ത് ഇസ്രായേൽ സിറിയ,
ഒരിടത്ത് ഇസ്രായേൽ, ലെബനോൻ. അപ്പച്ചാ, അമ്മച്ചി, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ കരുത്ത് തൂക്കുന്നവർക്കായി രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകൽ അടുത്തുപോയി, നീതി സൂര്യൻ നമുക്ക് വേണ്ടി വെളിപ്പെടാറായി. ശില്പിപുരം, കൊല്ലങ്കോട് വരുവാനുള്ളവൻ വരും, കാലമേറയില്ല. 4 വാക്യം കൂടെ അതിവേഗത്തിൽ. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു യുദ്ധം നടക്കണമെങ്കിൽ ഒരു റോഡ് വെട്ടണം. ആ റോഡിന്റെ പേരാ വായിക്കും. ചൈനയുടെ സിൽക്ക് പാത പടയാളികൾ യാത്ര ചെയ്യാൻ വായിക്കാം. യെശയ്യാ പ്രവചനം അതിന്റെ 49-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. കുഞ്ഞു വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 49 അതിന്റെ 12-ാമത്തെ വാക്യം. ചൈനയുടെ സിൽക്ക് പാത വായിക്കാം മക്കളെ. ഇതാ ഇവർ ദൂരത്ത് നിന്നും, ഇവർ വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും, ഇവർ സിനീം ദേശത്ത് നിന്നും വരുന്നു. ദാ കിടക്കുന്നു. ആ വാക്യം എല്ലാരും ഒന്ന് എടുത്താട്ടെ. സിനീം ദേശം, സിനീമ, ചൈന. സ്വത്രം, എത്ര ക്ലിയർ. എവിടെ ആയി ചൈനയുടെ സിൽക്ക് പാത? ഇതാ ഇവർ വടക്ക് നിന്നും കിഴക്ക് നിന്നും തെക്ക് നിന്നും വരുന്നു. സിനീം ദേശം, ചൈനയാ ഇതിൻ്റെ കൺവെയർ. അതിനാസ്പദമായി നിങ്ങൾ കാണുക, ആ റൂട്ട് നിങ്ങളുടെ ഇതിലെ കൂടെയും പോകുന്നു. എവിടുന്ന്? കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്ര നടത്തിയ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഭാരത് ജോഡോ നടത്തിയ രാഹുൽ ഗാന്ധി. കരമുയർത്തിയാട്ടെ. ഈ റോഡാത്. സ്വോത്രം. ഇനി ചെറുപ്പക്കാർ, വിജ്ഞാനമുള്ളവർ, അപ്പച്ചന്മാരെല്ലാം കേൾക്കണം. എവിടെ? കാശ്മീർ കഴിഞ്ഞാൽ പാകിസ്ഥാൻ, പാകിസ്ഥാൻ കഴിഞ്ഞാൽ അഫ്ഗാൻ, അഫ്ഗാൻ കഴിഞ്ഞാൽ ഇറാൻ, ഇറാൻ കഴിഞ്ഞാൽ ഇറാഖ്, ഇറാഖിൻ്റെ അടുത്തൊരു നദിയുണ്ട്, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി. കരമുയർത്തുന്നവർക്കായി. അപ്പൊ ചൈനയിൽ നിന്ന് നേരെ എവിടെ വരാം? അഫ്ഗാനിസ്ഥാനിൽ വരാം. ദാ കിടക്കുന്നു. തിരുനെൽവേലി പാൻ 2 വഴി. ഒന്ന് നേരെ കളിക്കാവിളയിൽ നിന്ന് നാഗർകോവിൽ വഴി കുമരി മാവട്ടം നേരെ തിരുനെൽവേലി. 2 ചെങ്കോട്ട വഴി തിരുനെൽവേലി. അതുപോലെ ഇസ്രയേലിന്റെ മണ്ണിലെത്തുവാൻ ചൈനയുടെ കെയറോഫിൽ വരുന്ന പാതയ ചൈനയുടെ സിൽക്ക് പാത. അതാ അയ്യ കാരോട് കളിക്കാവിള മാർത്താണ്ഡ പാലം. ഇത് കേൾക്കണോ? ഞെട്ടരുത്. കളിക്കാവിളയെന്ന് 8 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്താനുള്ള ഹൈവേ അപ്പം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന. കര ഉയരുന്നില്ലല്ലോ, ഒറ്റ ടോളുമില്ല. ദാ കിടക്കുന്നു. കാസർഗോഡ് നിന്ന് കളിക്കാവിള 8 മണിക്കൂർ. സ്വോത്രം. ഈ റോഡാ കാശ്മീർ. ചെറുപ്പക്കാരെല്ലാം കേൾക്കണം ബൈബിൾ. കാശ്മീർ കഴിഞ്ഞാൽ പാകിസ്ഥാൻ, പാകിസ്ഥാൻ കഴിഞ്ഞാൽ അഫ്ഗാൻ, അഫ്ഗാന്റെ ബോർഡർ ഇറാൻ, ഇറാന്റെ ബോർഡർ ഇറാഖ്, ഇറാഖ് കഴിഞ്ഞാൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ്, അത് കഴിഞ്ഞാൽ തുർക്കി, തുർക്കി കഴിഞ്ഞാൽ സിറിയ, സിറിയയിൽ നിന്ന് ഗോലാൻ കുന്ന്. കരമുയർത്തച്ചായ. ഇതിന്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കണം. ഒരന്തിമ യുദ്ധം വരാറായി. അന്നാളിൽ, ഇനി അടുത്ത കാര്യം, സ്വോത്രം, അന്നാളിൽ അറബ് ലീഗ്, ഇനി ഇപ്പൊ ഇവര് പലസ്തീനെ അടിക്കുന്നതേ ഉള്ളൂ, സിറിയ അടിക്കുന്നു. ഇനിയും ഈജിപ്തിനെ ജോർദാനെ എല്ലാം കയറി അടിച്ചാൽ അറബ് ലീഗ് എല്ലാവരും ഇസ്രയേലിന് നേരെ ഒരുമിക്കും. അതിന്റെ പേരാ OIC മീറ്റ്. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. വായിക്കാം. അവരൊന്നിക്കോ ചൈനയുടെ സിൽക്ക് പാത വഴി. യെശയ്യാ പ്രവചനം 19, 23, 24 എല്ലാം നോട്ട് ചെയ്യണം. ഇതെല്ലാം നിങ്ങൾ പഠിച്ച് നാട്ടുകാരോട് പറയണം. അതുകൊണ്ടായി വാക്യം വായിക്കുന്നത്. കുഞ്ഞു വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 19, 23, 24. യെശയ്യാ ദീർഘദർശൻ ഗണിതം അധ്യായം 19 വചനം 21, 24. അന്നാളിൽ മിസ്രയീമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. ഇതാ അറബ് ലീഗ് ഒരുമിക്കുന്ന ചൈനയുടെ സിൽക്ക് പാത. ചിന്ന വഴിയല്ല, ഒരു പെരിയ വഴി ഉണ്ടാകും. കരമുയർത്ത മക്കളെ, ഒരു വഴി ഉണ്ടാകും. സ്വോത്രം. ഇതാ ഇസ്രയേലുമായിട്ടുള്ള വിഷയം. അടുത്ത വാക്ക് വായിക്കാം. അശൂര്യർ മിസ്രയീമിലേക്കും മിസ്രയീമ്യർ അശൂരിലേക്കും ചെല്ലും. അതാ ഏശാവിന്റെ മക്കൾ. ദാ കിടക്കുന്ന ഏശാവിന്റെ മക്കൾ. ഏശാവിന്റെ മക്കൾ ഒരുമിക്കും ഇസ്രയേലിനെതിരെ. അടുത്ത വാക്ക്. മിസ്രയീമ്യർ അശൂര്യരോട് കൂടെ ആരാധന കഴിക്കും. ഇതാ അറബ് ലീഗിന്റെ ഉച്ചകോടി. കരമുയർത്തുന്നവർക്കായി 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെ ഒരുമിക്കും. അശൂര്യർ മിസ്രയീമ്യരുമായി. ആരാ? ഇസ്മായേലിന്റെ കൂടാരങ്ങൾ, ഏശാവിന്റെ മക്കൾ, ഇവരെല്ലാം ഇസ്രയേലിന് നേരെ ഒരുമിക്കുന്ന ഒരു കാലം. ജാതികൾ. എത്ര ക്ലിയറായി മക്കളെ. എനിക്ക് തീരെ വയ്യെങ്കിലും പ്രസംഗിക്കുക. നാളെ ഒരു ദിവസവും കൂടെ ഉള്ളു. അതുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ജാതികൾ
നിനക്കെതിരെ വിരോധമായി കൂടി വരും. മോള് വാക്യം മാറ്റരുത്. 1, എല്ലാവരും കേട്ടോണം. 1 യെരൂശലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല് നിങ്ങളെ കാണിച്ചു, 4 ജാതികൾ വിരോധമായി കൂടി വരും കരമുയർത്തുന്നവർക്കായി. ദാണ്ട് ഇവരെല്ലാം അറബ് ലീഗ് ഒരുമിക്കും. അടുത്ത വാക്ക് അന്നാളിൽ. വായിച്ചാട്ട് മക്കളെ. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി. മതി. ഇന്ന് ഇസ്രായേൽ ഭൂമിയുടെ മധ്യ അനുഗ്രഹമാണോ? ആർക്കും അനുഗ്രഹമില്ലേലും ഇന്ത്യക്കാർക്ക് ഇവരിപ്പോൾ അനുഗ്രഹം, സന്തോഷമില്ലല്ലോ. എല്ലാ വാലിബരും കേട്ടോണം. ഞാൻ ഇന്നലെ ഒരു തോക്കിൻ്റെ കാര്യം പറഞ്ഞോളൂ. ടൈവർ ടാർ 21. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ തൊട്ടടുത്ത തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം, നിങ്ങളുടെ തൊട്ടടുത്ത്. ഇവിടെയുള്ള കുമരി മാവട്ട എല്ലാവരും അവിടെ നിന്നാണ് പോകുന്നത്, എനിക്കറിയാം. സ്വോത്രവ് അവിടെ പണ്ട് മഴ പെയ്താൽ നിങ്ങൾ പത്രത്തിൽ വാർത്ത, വിമാനം കോയമ്പത്തൂരിന് തിരിച്ചുവിട്ടു, ട്രിച്ചിക്ക് തിരിച്ചുവിട്ടു, ചെന്നൈക്ക് തിരിച്ചുവിട്ടു. ഇന്ന് നിങ്ങളുടെ പത്രത്തിൽ വാർത്ത ഒറ്റ വിമാനം തിരിച്ചുവിട്ടതായി പത്രത്തിൽ വാർത്തയുണ്ടോ? ഞാൻ പ്രസംഗിച്ച പൈസ ഇപ്പം തരാം. സ്വോത്രം. എത്ര മഴ, യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച് എന്നും മഴ എയർപോർട്ടിൽ. സ്വോത്രം. ഒരു വിമാനം തിരിച്ചു വിടുമോ? ഇല്ല. തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ റൺവേയുടെ സംവിധാനം മുഴുവൻ ഇസ്രയേലിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ ലാൻഡിങ്. നിങ്ങൾ കേൾക്കണം. പണ്ട് സിംഗ് ഇവിടെ ഇരിക്കുന്നു, വെളിനാട്ടിൽ പോയ പിള്ളകൾ ഇങ്ങനെ ഇരിക്കുന്നത്. പണ്ട് 11 മണിക്ക് രാത്രി തുറക്കും, രാവിലെ 6 മണിക്ക് വിമാനത്താവളം. പിന്നെ നമ്മ ചിന്ന പൂച്ച നായും എല്ലാം അങ്ങ് കിടന്ന് കറങ്ങുന്നത്. സ്വോത്രം. ഇന്ന് നിങ്ങളുടെ തൊട്ടടുത്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 2 ഒരാഴ്ച പറക്കുന്ന എത്ര? 458 വിമാനം. ദാ ഈ തിരുവനന്തപുരത്ത് 2 ഞാൻ പഠിപ്പിച്ച പയ്യനാ റൺവേയുടെ സൂപ്പർവൈസർ. നാടൻ മലയാളം. അമ്മിണി ചേച്ചി മത്തി വൃത്തിയാക്കുമ്പോൾ കാക്ക വന്ന് പറക്കുന്നത് പോലെ ദാ കിടക്കുന്നു തിരുവനന്തപുരം. സ്വോത്രം. നിങ്ങളുടെ ടെലിവിഷൻ ചാനൽ നോക്ക്, ഒരൊറ്റ വിമാനവും ക്യാൻസലില്ല. എന്താ? എത്ര മഴ പെയ്താലും തിരുവനന്തപുരം റൺവേ ഇസ്രയേലിൻ്റെ വിസിബിലിറ്റി. അത് കഴിഞ്ഞിട്ട് അടുത്തത് കേൾക്കണോ? ഇന്നത്തെ പാകിസ്ഥാൻ ബാലാക്കോട്ട് ഭീകരാക്രമണം. അന്ന് എന്താ ചെയ്ത്? ഇസ്രയേലിൻ്റെ ബോംബ കൊണ്ടിട്ട് സ്പാരോ. പാകിസ്ഥാൻ ഞെട്ടിപ്പോയി. സ്വോത്രം. കോവിഡ് കാലത്ത് തമിഴ് മക്കൾ കേൾക്കണം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കയ്യാലമാന്തക്കം. അല്ല, ഇന്ത്യയും ചൈനയും. ഇന്ത്യയുടെ പട്ടാളക്കാർ ചൈനക്കാരെ 41 പേരെ കൊന്നു. 41 പേരെ കൊന്നപ്പോൾ ചൈന പറഞ്ഞ് ഇന്ത്യയെ ശരിയാക്കുമെന്നു. ആരും നമ്മുടെ ഇവിടെ കട്ടം കുടിച്ച് ആരുമില്ല. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ചങ്കൂറ്റത്തോടെ പറഞ്ഞു, ഇന്ത്യയെ തൊട്ടാൽ നീ വിവരമറിയുന്നു. സ്വോത്രം. അതുകൊണ്ടാണ് ഇവിടുത്തെ നാട്ടുകാരെയാക്കട്ടെ രാഷ്ട്രീയക്കാരെയാക്കട്ടെ ഒരു പ്രധാനമന്ത്രിമാരും ഒരു മന്ത്രിമാരും വെല്ലുവിളിക്കത്തില്ല. ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ, ഇപ്പം ഇരിക്കുന്ന അമിത്ഷാ, രാജ്നാഥ് സിംഗ്, അവർ ഹിന്ദിയിൽ പാകിസ്ഥാനോട് ചൈനയോട് പറയുന്നൊരു കാര്യമുണ്ട്. ഭായി ഹം ലോഗ് കെ സാത്ത് സീതാ നൈ ചലേഗ തും ലോഗ് മാരേഗ. നിന്നെ അടിക്കുമെന്ന്. സ്വോത്രം. അതിൻ്റെ അർത്ഥം എന്താ? പണ്ട് ഇന്ത്യ ഇങ്ങനെ പറയത്തില്ല. നാട്ടുകാർ കേൾക്കണം, പിൻപിൽ ആളിരിക്കുന്നത് അയ്യാ, അതൊക്കെ താൻ ഇസ്രയേൽ ഇരിക്കുന്നത്. ഇനി അത് കേൾക്കണം. അത്തി തളിർത്തു കൊമ്പിളതായി. അടുത്തത് കേൾക്കണം, ഇവിടുത്തെ സകല ടെക്നോളജി ഇസ്രയേലിൻ്റെയാണ്. അടുത്തതൂടെ കേൾക്കണേ മോഡി സാറ്, കേൾക്കണം. ഇന്ന് പഞ്ചാബിലും കാശ്മീരിലും അവിടുന്ന് തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്ന് കയറുന്നില്ല. കഴിഞ്ഞ ദിവസം നാട്ടുകാർ കേൾക്കണം, ഇവിടെ കുഞ്ഞുങ്ങൾ ചെങ്ങന്നൂർ പഠിക്കുന്ന ഇവിടുത്തെ കുഞ്ഞുങ്ങൾ, ചെങ്ങന്നൂരിനടുത്ത് ആറാട്ടുപുഴ, അവിടെ ഒരു പോലീസ് ഓഫീസർ റിട്ടയറായി. പുള്ളി എന്നോട് പറഞ്ഞു, ഇവിടെ പാർട്ടിയില്ല, വീട്ടുമുറ്റത്ത് 2 ദിവസം കൺവെൻഷൻ ഒക്കെ പാസ് വരുമെന്ന്. ഞാൻ പറഞ്ഞു, അത് താൻ നല്ലത്. സ്വോത്രം. വീട്ടുമുറ്റത്തല്ലേ കൺവെൻഷൻ? സ്വോത്രം. അപ്പോൾ എല്ലാവരും വരും വീട്ടുമുറ്റത്ത്. സ്വോത്രം. ഞാൻ അവിടെ കൺവെൻഷന് പ്രസംഗിച്ചു. അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ എന്ന് റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ, എല്ലാവരും കേൾക്കണം, ഇന്ത്യൻ മിലിറ്ററിയിൽ വയർലെസ് ഓപ്പറേറ്റർ കാശ്മീർ. അദ്ദേഹമായി എന്നെ രാത്രി ചെങ്ങന്നൂരിൽ കൊണ്ടുവിട്ടത് യോഗം കഴിഞ്ഞു. അപ്പോൾ ആ വണ്ടി വെച്ച് എന്നൊരു കാര്യം പറഞ്ഞു, പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ പ്രസംഗം കേൾക്കും, നാട്ടുകാർ കേൾക്കട്ടെ. ഇന്ന് ഇന്ത്യൻ മിലിറ്ററിയുടെ വയർലെസ്സിൻ്റെ മുഴുവൻ സംവിധാനം ഇസ്രയേലിൻ്റെ സോഫ്റ്റ്വെയർ കരമുയർത്തിയാട്ട്. സ്വോത്രം. അതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഒരുത്ത ഇങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോൾ ഇസ്രയേലിൻ്റെ സോഫ്റ്റ്വെയർ പെഗാസസ്, അതിൽ മെസ്സേജ് വരും, അന്നമ്മാമ അവറാച്ചാൻ വാട്സപ്പിൽ ടൈപ്പ് ചെയ്യുന്നില്ല, അന്നേരെ വരുമെന്ന്. സ്വോത്രം. ആ സമയത്ത് ഒറ്റ ഒരുത്തനും കയറത്തില്ല. ഇന്ന് രാത്രി എൻ്റെ യേശു പറഞ്ഞ പ്രവചനം നിവർത്തി. അത്തി തളിർത്തു കൊമ്പിളതായി. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. ഇവിടെ ഗൾഫിൽ പോയവരിപ്പുണ്ട്. ഗൾഫുകാർ പണ്ട് അറബ് രാജ്യത്ത് പോകുമ്പോൾ അവർ പാസ്പോർട്ട് നോക്കും. ഇസ്രയേലിൻ്റെ സീലുണ്ടെന്നുണ്ടെങ്കിൽ ദേവശോഭനം പാഷയെ മാറി നിൽക്കാൻ പറയും. അതൊക്കെ താൻ മുന്നാടി ജെറുസലേമിൽ പോകുന്ന ഇസ്രയേൽ വിശുദ്ധ നാട്ടിൽ പോകുന്നവർ ഈജിപ്തിൽ ഇറങ്ങും, വണ്ടി കയറും, ജോർദാനിലിറങ്ങും. അന്ത കാലം മാറി. എന്നാൽ പണ്ട് നാട്ടുകാർ കേൾക്കണോ,
കേരളക്കാരി ഒരു നേഴ്സ് പത്തനംതിട്ടക്കാരി സൗദിയിൽ മിനിസ്ട്രിയിലായിരുന്നു. അവൾ അവിടെ നിന്നുകൊണ്ടൊരു പാട്ട് പാടി, ഇസ്രായേലിൻ നാഥനായി വാഴുമേഘ ദൈവം. ആരാണ്ടത് കേട്ട് 3-ാം ദിവസം അവളെ വീട്ടിൽ വിട്ടു. സ്വോത്രം. പത്തനംതിട്ടക്കാരി ഒരു നേഴ്സ് ഇസ്രായേലിൻ നാഥനായി സൗദി അറേബ്യ പാടി. ആരാണ്ട് കേട്ടിട്ട് പറഞ്ഞു ഇവൾ ഇസ്രായേലിനെ പാടുന്നെന്ന്. അപ്പോഴേ വണ്ടി കയറ്റിവിട്ട്. ആ സൗദി അറേബ്യയിലെ ഷേക്ക് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയെ സൗദി അറേബ്യയിൽ കൊണ്ടുവന്നെങ്കിൽ കരമുയർത്തുന്നവർക്കായി തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. സ്വോത്രം. ഈ തലമുറ കർത്താവ് വരാൻ പോവാ. അതുകൊണ്ടാണ് ചങ്കേറി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി ബഹറിനകത്ത് ഇസ്രായേലിന്റെ എംബസിയായി. എവിടാന്നറിയാമോ? ദുബായ്ക്കകത്ത്. ഒരു കാലത്ത് അറബികൾ ഇസ്രായേലുകാരെ കയറ്റത്തില്ല. ഇന്ന് 4 വിമാനം തിരുവനന്തപുരത്ത് നിന്ന് പോന്നു. ഒറ്റയിടത്ത് ഇറങ്ങണ്ട. തിരുവനന്തപുരം ദുബായ് ടെല്ലവീവ് എമിറേറ്റ്സ് 2 ഫ്ലൈ ദുബായ് 3 ഇത്തിഹാദ് 4 ഗൾഫ് എയർ. നിങ്ങൾ വഴിയിലൊന്നും ഇറങ്ങണ്ട. ഇവിടുന്ന് 3.5 മണിക്കൂർ ദുബായ്, അവിടുന്ന് 1/2 മണിക്കൂർ കട്ടനും ഒരു പരിപ്പുവടയും. 1.5 മണിക്കൂറുണ്ട് ഇസ്രായേലിൽ ഇറങ്ങാം. വഴിയിൽ ഇറങ്ങണ്ട. അറബ് രാജ്യത്തിൻ്റെ വിമാനങ്ങൾ ഇസ്രയേലിൻ്റെ മണ്ണിലെത്തിയെങ്കിൽ ഞങ്ങളുടെ നാഥൻ പറഞ്ഞ പ്രവചനം ഇന്ന് രാത്രി കൊല്ലങ്കോട് ഇവിടെ നിവർത്തിയായി. അത്തി തളിർത്തു, കൊമ്പിളതായി, വേനലെടുത്തു. സ്വോത്രം. അറബ് രാജ്യത്തിൻ്റെ ഷേഖുമാർ മൊത്തം കൈ കൊടുത്തു. ബൈബിൾ അത്ര ക്ലിയർ. ദാണ്ട് അന്ന് ഇസ്രായേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹം. ഇന്ത്യ ഗവൺമെന്റിന് നേരെ ഒരു കാര്യം ഇസ്രായേലിനെ പറ്റി പറയുന്നത് അവരെ പോലീസ് പിടിച്ച് അകത്ത് കൊണ്ടുപോകും. സ്വോത്രം. ഇപ്പം മോഡി സാറ് പറയുന്നത് ഹല്ലേലൂയ, അവരുണ്ടായത് കൊണ്ട് ഞങ്ങൾ നിൽക്കുന്നു. സ്വോത്രം. അതുകൊണ്ട് അവർ വിടത്തില്ല ഇസ്രായേലിനെ. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്, ഇപ്പം ഈ ഗവൺമെന്റ് ഇവിടെ നിൽക്കണം. അമേരിക്ക കാൽവാരിയാലും കാനഡ കാൽവാരിയാലും ഇന്ത്യക്കാരുടെ സപ്പോർട്ടെങ്കിലും ഉണ്ട്. അതുകൊണ്ടാണ് ദൈവം ഈ ഗവൺമെന്റിനെ കൊണ്ടുവന്നത്. ഇന്ന് രാത്രി 5 വർഷം ഒന്നും തികയ്ക്കത്തില്ല. അതിനും പൊട്ടി അവരും താഴെ വീഴും. സ്വോത്രം. ഞാൻ എപ്പോഴേ പറയുമോ സ്വോത്രം. 5 വർഷം നിലനിൽക്കത്തില്ല ഈ ഗവൺമെന്റ്. നിങ്ങൾ നോക്കിക്കോണം. ഇതും താഴെ പോവും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 2 കാര്യം കൂടെ പറഞ്ഞ് നിർത്താം, ബാക്കി നാളെ. അങ്ങനെയെങ്കിൽ ഇന്ന് ഒരു നദി പറ്റുന്നു ഈ പട്ടാളക്കാർക്ക് പോകാൻ. ആ നദിയുടെ പേരാ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി. കുഞ്ഞുങ്ങൾ വായിച്ചാട്ട്. വെളിപ്പാട് 16-12. നമ്മുടെ കന്യാകുമാരി, കാശ്മീർ, അഫ്ഗാൻ, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ് കഴിഞ്ഞൊരു നദിയുണ്ട് യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അത് പറ്റിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ മൊബൈൽ ഇന്ന് രാത്രി അടിക്കണം. വായിക്കാം. വെളിപ്പാട് 16-12. നദി പറ്റുന്നോ? അന്തിമേത്ത കുഞ്ഞു വായിച്ചാട്ടെ. വെളിപ്പാട് 16-12 വാക്യം വായിക്കാം. 6-ാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ. ദീർഘദർശിൻ കടിതം വെളിപ്പാട് പത്മോസിന്റെ ഏകാന്തയിൽ യോവാൻ അപ്പോസ്തലൻ എഴുതി. 6-ാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയിൽ ഒഴിച്ചു. അടുത്ത വാക്ക്. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, അഫ്ഗാൻ, ഇറാൻ, ഇറാഖ്, ബാക്കി രാജ്യങ്ങളിൽ നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം പറ്റിപ്പോയി. ആ കരം ഉയർത്തിയാട്ട് മക്കളെ. യൂഫ്രട്ടീസ് ടൈഗ്രീസ്. ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ ചെന്ന അരുമയാന മൊബൈൽ, നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിളിൽ ഇരിപ്പുണ്ട്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് പറ്റിത്തുടങ്ങി. അതിനാസ്പദമായി ചെറുപ്പക്കാർ, വിജ്ഞാനമുള്ളവർ നോട്ട് ചെയ്യും മോനെ. ഇന്ന് തുർക്കി ഒരു ഡാം പണിയുന്നു, അട്ടട്ടാർ ഡാം. അങ്ങനെയെങ്കിൽ വെള്ളം കെട്ടി ചിറ്റൂര കണക്ക്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റിയെങ്കിൽ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർ, ചൈനയുടെ സിൽക്ക് പാതയിൽ കൂടി വരുന്ന രാജാക്കന്മാർക്ക് വേണ്ടി വഴിയൊരുങ്ങാൻ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റിയെങ്കിൽ ഒരന്തിമ യുദ്ധത്തിന് വേണ്ടി ലോകം കാക്കുന്നു. എന്നാൽ ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ഗംഭീരനാദം മധ്യാകാശത്തിൽ മുഴങ്ങ്. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അവസാന ഭാഗം. ഇപ്പോൾ എന്തുകൊണ്ടാ യുദ്ധം നടക്കുന്നില്ല? എപ്പോൾ ഈ യുദ്ധം നടക്കും? വായിക്കാം. ലൂക്കോസിന്റെ എസക്കേൽ പ്രവചനം 21, 26, 27. കുഞ്ഞു വായിച്ചാട്ടെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അത് അങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഒരു ഫുൾ സ്റ്റോപ്പ്. ഇതാ ഭരണകൂടം. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ പാടും, അരുമയാന ഭാഷ പാടും. ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൻ മുഴക്കം കേൾക്കുന്നു. ഇതെല്ലാം ഭരണത്തിൽ ആര് വരും? താഴെയുള്ളവൻ മേലെ തട്ടി വരും. ആദ്യം തമിഴ്നാട് പിടിക്കാം. തമിഴ്നാട് മുന്നാടി ഒരു മുതലവെച്ചിരുന്നു, എടപ്പാടി പളനിച്ചാമി. കേട്ടിരിക്കുന്നത് അയ്യാ സോർ ആര്? അവർ അണ്ണാടിയംകെ ഓഫീസിൽ ടീ പോട്ട പുള്ളിക്കാരൻ തമിഴ്നാട്ടിൽ മുന്നാടി മുതലമച്ചർ.
നിങ്ങൾ ചൊവ്വായി എന്ന് വന്നത് തമിഴ്നാട്ടിൽ പറഞ്ഞ പോലും നിങ്ങൾക്ക് അറിയത്തില്ല. സ്വോത്രം. അവരെവിടായി? അണ്ണാ-DMK ഓഫീസിൽ ടീ പോട്ടുന്ന വ്യക്തി ആരായി? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. കേരളക്കാർ കേട്ടോ? കണ്ണൂരിലെ ചെത്തുതൊഴിലാളി കുടുംബത്തിൽ നിന്ന് 10 മക്കളിൽ ഒരാളാ ഇന്ന് 2ാം ടൈം. തീർന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ഗുജറാത്തിൽ ഓടുന്ന തട്ടുകട ചായ ഒഴിച്ചുകൊണ്ടിരുന്ന പുള്ളി 3ാമത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. താഴ്ന്നവൻ ഉയർത്തും. അത് കഴിഞ്ഞിട്ട് കേട്ടോ, കേരളത്തിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഒരു നാരായണൻ ചേട്ടൻ, KR നാരായണൻ. കരമുയരുന്നില്ലല്ലോ. പാവപ്പെട്ട നാരായണൻ ചേട്ടൻ ഇന്ത്യയുടെ പ്രസിഡന്റായി. തീർന്നില്ല. കഴിഞ്ഞ ഇന്ത്യയുടെ പ്രസിഡന്റ് കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യും ആരാന്നറിയാവും? പിന്നെ കഴിഞ്ഞ ഇന്ത്യയുടെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്. ആരാ? ഒരു പിന്നോക്കക്കാരൻ. ഇന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ? ദ്രൗപതി മുർമു. എങ്ങനെ വന്ന അയ്യ കോട്ടൂരിലെ കാണികളുടെ അടയ്ക്കുന്ന സ്വോത്രം. ആദിവാസി കുടുംബത്തിൽ നിന്ന് വന്ന ദ്രൗപതി മുർമു. ശരിയായില്ലയോ? സ്വോത്രം. അമേരിക്കയിലെ പ്രസിഡന്റ് ആരായിരുന്നു നേരത്തെ? ബരാക് ഒബാമ. വൈറ്റ് ഹൗസിൽ കയറിയ ബ്ലാക്ക് മാൻ. ആഫ്രിക്കയിൽ നിന്ന് കരിമ്പൂര് ചെയ്യാമെന്ന അപ്പഞ്ചൻ്റെ മോൻ. ഇന്ന് ബ്രിട്ടനിലെ പ്രസിഡന്റ് ആരാ? റോമിൻ്റെ ബ്രിട്ടൻ്റെ പ്രസിഡന്റ്. ഇന്ത്യക്കാരൻ ഇതായിരിക്കുന്ന ഒരു പെൻസിൽ. അവൻ്റെ പേരാ ഋഷി സുനക്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. താഴ്ന്നവനെ ഉയർത്ത്, ഉയർന്നവനെ താഴ്ത്ത്. കരമുയർത്തുന്നവർക്കായി. അതാ ബൈബിൾ യോബിനകത്ത് എഴുതിയിട്ടുണ്ട്. അവൻ ബലശാലികള് സിംഹാസനത്തിൽ നിന്ന് മാറ്റി തനിക്ക് ബോധിച്ചവരെ സിംഹാസനത്തിനകത്തിരുത്തും. സ്വോത്രം. ദൈവത്തിൻ്റെ പദ്ധതിയാ ഭരണകൂടങ്ങള്. ഇതിൻ്റെ നടുവിൽ ഒരു സംഭവം നടക്കും. അതിനു മുമ്പ് ദൈവസഭ എടുക്കപ്പെടും. ഇനി ബൈബിൾ ഒന്ന് നോട്ട് ചെയ്യണം. മോള് വായിച്ചാട്ടെ. അടുത്ത വാക്യം ക്ലിയർ ആക്കട്ടെ. അടുത്ത വാക്യം വായിക്കാം. ഞാനതിന് ഉന്മൂലനാശം. അവിടെ നിൽക്കട്ടെ. 1ാം ലോകമഹായുദ്ധം 1900 എത്ര 14 മുതൽ 17 1ാം ലോകമഹായുദ്ധം. ഉന്മൂലനാശം. കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യും. അടുത്തത് ഉന്മൂലനാശം. 2ാം ലോകമഹായുദ്ധം 39 മുതൽ 45 വരെ. അടുത്തത് ഉന്മൂലനാശം വരുത്തും. 3ാം ലോകമഹായുദ്ധം. കരമുയർത്തുന്നവർക്കായി. ഹല്ലേലൂയ. എന്നാൽ അതാരംഭിക്കുന്നതിന് മുമ്പ് ഒരു സംഭവം നടക്കും. അതിനാ ഞാൻ ഇവിടെ വന്നത്. ഈ പ്രാവശ്യം ഇവിടെ വന്നത്. അതിനു മുമ്പ് ഒരു സംഭവം നടക്കും. അതിനുവേണ്ടി ദൈവസഭ ഒരുക്കപ്പെടണം. വായിക്കാം. അതിനു മുമ്പ് ഒരു സംഭവം നടക്കും. വായിക്കാം. അതിന് അവകാശമുള്ളവൻ വരുവോളം. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെ ഇരിക്കും. കരമുയർത്തിയാട്ടെ. അവകാശമുള്ളവൻ. ഇന്ന് രാത്രി അവകാശമുള്ളവൻ ആരാ? എഫേസ്യ ലേഖനം എഴുതിയിട്ടുണ്ട്. നമ്മുടെ പൗരത്വമോ, ദൈവമക്കൾ കരമുയർത്തിയാട്ടെ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രക്ഷിതാവായി മടങ്ങി വരുന്നു. അവകാശമുള്ളവൻ. അപ്പൊ ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടണം. അതുവരെ ഇവിടെ ലോകമഹായുദ്ധം നടക്കത്തില്ല. ആരാ? ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു വരും. 2 ഭാഗം പറഞ്ഞ് നിർത്താം. 1ാം ലോകമഹായുദ്ധം തുടങ്ങിയപ്പോൾ ഒരു സംഘടന വന്നു. യുദ്ധം വേണ്ട, ലീഗ് ഓഫ് നേഷൻസ്. 2ാം ലോകമഹായുദ്ധത്തിൽ 5.5 കോടി പേർ മരിച്ചപ്പോൾ ഒരു സംഘടന വന്നു. അതിൻ്റെ പേരാ യുണൈറ്റഡ് നേഷൻസ്. 3ാം ലോകമഹായുദ്ധം ഇവിടെ തീരുമ്പോൾ ഒരു സംഘടന വരും. അതിൻ്റെ പേരാ എതിർ ക്രിസ്തു. കരമുയർത്തണം. 10 കൊമ്പ്, 7 തല, കൊമ്പുകളിൽ 10 രാജമടി, ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം. അവൻ വരുന്നതിന് മുമ്പ് കൊല്ലങ്കോട് സിൽവേപുരം കരമുയർത്തി പറ, ഒരു രാജാവ് നീതിയോടെ വാഴും, അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. രാജാക്കൾ രാജാവായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരാറായി. 4 കാര്യം. നാളെ 5ാമത്തെ കാര്യം. ജെറുസലേം പരിഭ്രമപാത്രം, ഭാരമുള്ള കല്ല്. ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. നാളെ 3ാം ലോകമഹായുദ്ധത്തിലേക്ക്. അങ്ങനെയെങ്കിൽ ഒരു സംഭവം ഇവിടെ നടക്കും. യഹൂദന്റെ നിലവിളി. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 20-21. അറബ് രാജ്യങ്ങൾ മുഴുവൻ ഒരുമിക്കാൻ പോന്നു ഇസ്രായേലിനെതിരെ. വായിച്ചാൽ പക്ഷേ ലൂക്കോസ് 20-21 വാക്യങ്ങൾ. ഈ രാത്രി സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളു. കരമുയർത്തിയാട്ടെ. യെരൂശലേമേ, യെരൂശലേമേ, ഒരു കോടി തൻ പിള്ളകള് റക്മീല് മറയ്ക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ചു കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സില്ലായിരുന്നു. ആ യുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടാറായി. ഒലിവുമല പിളരുന്നൊരു ശബ്ദം ഉലകം കേൾക്കാറായി. അതിനു മുമ്പ് ഇവിടെ അപ്പച്ച, അമ്മച്ചി, തായെ, തകർപ്പരെ, തമ്പി, തങ്കച്ചി, ഇന്ന് രാത്രി
കർത്താവിൻ്റെ ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ രൂപാന്തരപ്പെടും. അങ്ങനെയെങ്കിൽ ആ വരവിങ്കൽ ആര് പോകും? ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ ഈ രാത്രി അവസാനിക്കും. ആരും എഴുന്നേറ്റ് പോകരുത്. ആ വരവിങ്കൽ ആർ പോകും? സ്വോത്രം. ഇവിടെ നിന്ന് ചെന്നൈ പോകാൻ ബസ് ടിക്കറ്റ് വേണം, മുംബൈ പോകാൻ ട്രെയിൻ ടിക്കറ്റ് വേണം, വെളിനാട്ടിലേക്ക് UK പോകാൻ പ്ലെയിൻ ടിക്കറ്റ് വേണം, കർത്തർക്ക് വരവിൽ പോകാൻ ഒരു ടിക്കറ്റ് വേണം. അയ്യാ, ആ ടിക്കറ്റ് ഏതാ? പ്ലാറ്റ്ഫോം ടിക്കറ്റ് മതിയോ? ഇല്ല, രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവന് ഇന്ന് രാത്രി വചനം കേൾക്കാം. ഇങ്ങനെ നിന്ന് 2 പിള്ളേകൾ എവിടെ പോയി? അവിടെ തിരുവനന്തപുരത്ത് പോയി റെയിൽവേ സ്റ്റേഷനിൽ. 2 പേർക്കും തൃശ്ശൂർ പോകണം. ആ പിള്ളേകളുടെ പേര്, ഒരുവൻ പേര് ജോസ്, മറ്റവൻ പേര് ജാപ്പൻ. ജോപ്പൻ അവിടെ ചെന്ന് 10 രൂപ കൊടുത്തപ്പോൾ അരുമയാൻ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് കിട്ടി. അവൻ അവിടെ ടിക്കറ്റ് മാറ്റുന്നത്. ജോസ് അവിടെ ചെന്നു. സൗകര്യോട് പറഞ്ഞ് എനിക്ക് തൃശ്ശൂർ പോരണം, ഒരു സ്ലീപ്പർ തരുമോ? സൗകര്യം പറഞ്ഞ് ഇപ്പം ഇല്ല, തത്കാൽ കൊടുക്കാൻ പറഞ്ഞു. തത്കാൽ പൂരിപ്പിച്ചു. അപ്പം മുംബൈ കന്യാകുമാരി ജയന്തി ജനത ഏകദേശം 10:30 വരുന്നുണ്ട്. തത്കാൽ പൂരിപ്പിക്കാൻ പറഞ്ഞു. എന്തായാലും പൂരിപ്പിച്ചു. സൗകര്യം പറഞ്ഞ് 210 രൂപ തരണം, ഒരു സ്ലീപ്പറുണ്ട്, SLR 4 സീറ്റ് നമ്പർ 22. 2 പേരും ടിക്കറ്റ് എടുത്തു. ഒരുത്തൻ്റെ പ്ലാറ്റ്ഫോം, മറ്റവൻ്റെ SLR 4 22. അത് കഴിഞ്ഞ് മെസ്സേജും വന്ന്. അപ്പോൾ ആര്യ ഭവനിൽ കയറി 2 പേരും ഒരു കട്ടൻ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ശബ്ദം കേട്ട്, यात्रियों को श्रद्धा ध्यान के लिए कन्याकुमारी से मुंबई तक जाने वाला जयंती जनता थोड़ी सी देर बाद 2 नंबर फ्लाट में आएगा. യവന്മാർ 2 പേരും കേട്ട് ട്രെയിൻ വരുന്നത്. ഉടനെ അത് കഴിഞ്ഞ് മലയാളത്തിൽ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, കന്യാകുമാരിയിൽ നിന്ന് മുംബൈ വരെ പോകുന്ന ജയന്തി ജനത 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ചില മിനിറ്റുകൾക്കകം എത്തിച്ചേരും. ഇങ്ങനെ ട്രെയിൻ വരാറ് ഇങ്ങനെ നിൽക്കുക. 2 അവന്മാരും അവിടെ നിൽക്കുക. 4-ാം നമ്പറിലെ 2 നിൽക്കുന്നത്. ഇവരവിടെ നിന്നപ്പോൾ വണ്ടി കൊണ്ട് നിർത്തി. കട്ടകാലത്തിന് TTR അവിടെ നിന്നു. സ്വോത്രം. ജോസ് അങ്ങോട്ട്, ജോപ്പൻ കയറാൻ പോയപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് മേടിച്ചിട്ട്, അയ്യാ இந்த டிக்கெட்டு ட்ரெயினே கேற முடியாது, நீங்கள் ஆர்யா பவனில் இருந்து சப்பாத்தியும் பருப்போட சாப்பிடுங்க. சந்தோஷம் இல்லையோ? ஜோஸிൻ്റെ ടിക്കറ്റ് മേടിച്ചു. SLR 4 സീറ്റ് നമ്പർ 22. അയ്യാ, ഉങ്ക സീറ്റ് ഇങ്ങ പക്കം ഇരിക്കുന്നത് ഒക്കാതെ. ഇന്ന് രാത്രി എത്ര പ്രസംഗം കേട്ടിട്ട് ഇതുവരെയും പ്ലാറ്റ്ഫോം ടിക്കറ്റ് കയ്യിലാക്കിയ കർത്താവിൻ്റെ വരവിൽ നീ കൈവിടപ്പെട്ടു പോകും. എന്നാൽ രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവനെ ചേർക്കുക. സ്വർഗത്തിൻ്റെ കമ്പാർട്ട്മെന്റുകൾ ഇറങ്ങി വരാൻ കാലമായി. രാത്രി പുണ്യസ്ഥലങ്ങളിലോട്ട് ഓടണ്ട. കാലം തീരാറായി, കാന്തൻ വരാറായി. പലരും പറയും, ഉപദേശിമാർ എന്തിനാ ഞാൻ പ്രസംഗിക്കുന്നത്? ഇനി കാലം അധികമില്ല. സ്വോത്രം. ടൈറ്റാനിക് കപ്പൽ കേട്ടോണം. ടൈറ്റാനിക് കപ്പലിൻ്റെ പ്രത്യേകത എന്തുവാ? ഏവരും കേൾക്കണം. ടൈറ്റാനിക് കപ്പലിൻ്റെ പ്രത്യേകത. സ്വോത്രം. ടൈറ്റാനിക് കപ്പൽ 1910 ഏപ്രിൽ മാസം 10-ാം തീയതി യാത്ര. ലണ്ടനിലെ വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി. എല്ലാവരും ഈ കഥയെ കേൾക്കണം. അത് യാത്രയാകുക. ആട്ടും പാട്ടും 3500 പേർ, 4-5 തട്ടുകളുമുണ്ട്. 4 ദിവസം യാത്രയായപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, ദൈവം വിചാരിച്ചാൽ ഇത് തകരത്തില്ല. എൻ്റെ പ്രസംഗം അതല്ല. മഞ്ഞുമലകൾ പലതും മുന്നോട്ട് വന്നു. ക്യാപ്റ്റനോട് പലരും പറയും, സാറേ മഞ്ഞുമല. ക്യാപ്റ്റൻ പറഞ്ഞു, മിണ്ടി പോകരുത്. 50,000 ഹോഴ്സ് പവർ വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി. ദൈവം വിചാരിച്ചാലും തകരത്തില്ല. അത് ചെന്ന് മഞ്ഞുമലയിൽ ഇടിച്ചു. അതല്ല എൻ്റെ പ്രസംഗം. മഞ്ഞുമലയിൽ ഇടിച്ചപ്പോൾ ഒരു ഇംഗ്ലീഷുകാരനുണ്ട്. അവൻ്റെ പുസ്തകം വായിച്ചിട്ട് ഞാൻ കരഞ്ഞുപോയി. അവൻ മെസ്സിനകത്ത് നിൽക്കുക. ഏറ്റവും മുകളിൽ ആ മെസ്സ് ചപ്പാത്തിയെ സാപ്പിട്ട് അങ്ങ് നിൽക്കുമ്പോൾ കപ്പലിടിച്ച് തകർന്നു. അവൻ താഴെ, അവൻ്റെ മുറി അടുത്ത കമ്പാർട്ട്മെൻ്റ് താഴെ, അതിനകത്ത് അവൻ്റെ തലയുടെ കീഴിൽ $3 ലക്ഷം അവൻ്റെ തലയുടെ കീഴിൽ ഇരിപ്പുണ്ട്. അവൻ എന്താ ചെയ്തതെന്നറിയാമോ? അവൻ ആലോചിച്ചു, ഈ കപ്പൽ തകരുവോ? $3 ലക്ഷം എടുക്കാൻ പോയാൽ ഞാൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉപ്പുവെള്ളത്തിൽ വീഴും. അവൻ്റെ മുൻപിൽ ഒരു കാര്യം കണ്ടു. മെസ്സിനകത്ത് ലൈഫ് ജാക്കറ്റ് തൂക്കിയിട്ടിരിക്കുന്നു. സ്വോത്രം. ഭിത്തിക്കുള്ള. അവൻ 3 ലക്ഷത്തെ മറന്ന് ലൈഫ് ജാക്കറ്റിനെ എടുത്തു. അവൻ്റെ പാൻറ്റിനകത്ത് മെസ്സി ഇരുന്ന 3 ഓറഞ്ചും എടുത്ത് കടലിൽ ചാടി. അവൻ രക്ഷപ്പെട്ടു. അവൻ എഴുതിയൊരു കഥയുണ്ട്. ഞാൻ എൻ്റെ $3 ലക്ഷം വേണ്ടി താഴെ എൻ്റെ മുറി കപ്പലിൻ്റെ തട്ടിൽ പോയാൽ ഞാൻ അവിടെ തീർന്നു പോയന്. പക്ഷെ എൻ്റെ മുൻപിൽ ഒരു ലൈഫ് ജാക്കറ്റ് കണ്ടത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ശില്പിപുരം കൺവെൻഷനിൽ ഒരു ലൈഫ് ജാക്കറ്റിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കരമുയർത്തുന്നവർക്ക്